പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിലാണ്. അൽഹംദുലില്ലാഹ്, ഒരു തറാവീഹ് കഴിഞ്ഞു. റമദാന്റെ ആദ്യത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരു അല്പസമയം അവന്റെ കലാമാകുന്ന ഖുർആൻ പഠിക്കാൻ നാം ഇരുന്നതാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ കൊല്ലം പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സൂറത്തുൽ വാഖിഅ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു. അല്ലാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇക്കൊല്ലം റമദാനിൽ സൂറത്തുൽ മുൽക്ക് അല്ലെങ്കിൽ തബാറക ഒരുപാട് പേരുകളുള്ള സൂറത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ മുൽക്കിന്റെ മഹത്വം ധാരാളം പറഞ്ഞു അല്ലേ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ സൂറത്ത് 30 ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരിശുദ്ധമായ ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ആരാണോ ഓതുന്നത് അവർക്ക് നാളെ ഖിയാമത്ത് നാളിൽ ശഫാഅത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് മാത്രമല്ല, ഫഅഖ്റജതുഹു യൗമൽ ഖിയാമത്തി മിനൻ നാരി വഅദ്ഖലതുഹുൽ ജന്ന. ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വഅദ്ഖലതുഹുൽ ജന്ന, അവരെന്താക്കും? സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. അത് സൂറത്തു തബാറകയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്രയാണുള്ളത്? അത് 30 ആയത്തും അതേപോലെ 3303 കലിമത്തുകളാണ്, പദങ്ങളാണ് ഉള്ളത് ആ 30 ആയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു 30 ആയത്താണ്. അതേപോലെ 3333 കലിമ, 33 കലിമത്തുകളാണ് ഉള്ളത്. 333 കലിമത്തുകളാണുള്ളത്. അതേപോലെ 3021 ഹർഫുകളാണ് സൂറത്തുൽ മുൽക്കിലുള്ളത്. ആയത്ത് 30 ആയത്തുകളാണ്. 333 കലിമ, 333 കലിമത്തുകൾ, പദങ്ങളാണ് ആ സൂറത്തിലുള്ളത്. അതേപോലെ 1321 ഹർഫുകളാണ് ആ സൂറത്തിലുള്ളത്. അങ്ങനത്തൊരു സൂറത്താണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ, ഓരോ മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ അത് ഹിഫ്ളായിട്ടിരിക്കൽ ഞാൻ കൊതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു ആ 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക് എല്ലാവരുടെ ഹൃദയത്തിൽ ഹിഫ്ളായിട്ടിരിക്കണമെന്ന്. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അലൈഹിസ്സലാം ലാ യനാമു ഹത്താ യഖറഅ സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതാതെ കടന്നുറങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദിവസവും കടന്നുറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ടായിരുന്നു. ആ സൂറത്തുൽ മുൽക്ക് ഒരുപാട് പേരുകളുണ്ട്. സൂറത്തുൽ മുൽക്കിൽ ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു, മൻ ഖറഅഹ, ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ, മൻ ഖറഅഹ, ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ, യജീബു യൗമൽ ഖിയാമത്തി അലാ അജ്നിഹത്തിൽ മലായിക, അതാ ഖിയാമത്ത് നാളിൽ മലക്കുകൾക്കുള്ള സ്വാഗതം, മലക്കുകൾ സ്വാഗതം ചെയ്തതിലേക്ക്
ആ മലായികകളുടെ ചിറകിന്റെ മേലെ ഇരുന്നു കൊണ്ട് അവൻ ഖിയാമത്ത് നാളിൽ വരും. ആര്? സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആള് നാളെ ഖിയാമത്ത് നാളിൽ മലക്കുകൾ സ്വാഗതം ചെയ്തുകൊണ്ട് അവന്റെ ചിറകിന്റെ മേലെ ഇരുത്തിക്കൊണ്ട് അവൻ ഖിയാമത്ത് നാളിൽ വരും. വലഹു വജ്ഹുൻ ഫിൽ ഹുസ്നി കവജ്ഹി യൂസുഫ് അലൈഹിസ്സലാം. ആ വരുന്ന സമയത്ത് അവന്റെ മുഖത്തിന്റെ ഭംഗി ഏതുപോലെയാണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തിന്റെ ഭംഗി പോലെ ഉണ്ടാകും. അല്ലേ? ലോകത്തിന്റെ ഭംഗിയുടെ പകുതി ഭാഗം യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തിന്റെ ഭംഗി ഏതുപോലെയുണ്ട്? അതുപോലെയുള്ള ഭംഗിയുമായിട്ട് ഖിയാമത്ത് നാളിൽ മലക്കുകളുടെ ചിറകിന്റെ മേലെ അവൻ വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് മാത്രമല്ല, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ തബാറക മാത്രമല്ല പേരുള്ളത്, സൂറത്തുൽ മാനിഅ എന്നും പേരുണ്ട്. സൂറത്തുൽ വാഖിയ ഒരു മനുഷ്യൻ പതിവാക്കി ഓതിയാൽ അവന്റെ ഫഖീർ തരം, അവന്റെ ദരിദ്രം അല്ലാഹു തആല നീക്കി കൊടുക്കും. അതേ സമയത്ത് സൂറത്തുൽ മുൽക്ക് ഒരാൾ ഓതിയാൽ അവനെ ഖബറിന്റെ അദാബിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. ഒരാൾ സൂറത്തുൽ മുൽക്ക് പതിവാക്കി ഓതിയാൽ അവനെന്താക്കും? ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയൽ മുൻജിയ, അത് മുൻജിയ എന്ന പേരുള്ള സൂറത്താണ്. തുൻജീഹി മിൻ അദാബിൽ ഖബർ, അതിനെ ഒരാൾ ഓതിയാൽ ഖബറിന്റെ അദാബിൽ നിന്ന് അവന് അതെന്താക്കും? രക്ഷപ്പെടുത്തും. അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഖബറിന്റെ അദാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ 5 വക്ത് നിസ്കാരത്തിലും ഖബറിന്റെ അദാബിനെ കാവൽപ്പാടിനെ ചോദിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അത്തഹിയ്യാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അത് ഓതിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ 4 കാര്യത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടേയില്ല എന്നാണ്. 7 നിസ്കാരത്തിലും ഈ 4 വിഷയത്തിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ ചോദിക്കാതെ ആ നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. ഒന്നാമത് ഖബറിന്റെ അദാബിൽ രക്ഷയെ ചോദിച്ചു. ആ ഖബറിന്റെ അദാബ് രക്ഷപ്പെടുത്തുന്ന ഒരു ഇബാദത്താണ് സൂറത്തുൽ മുൽക്ക് പതിവാക്കി ഓതുക എന്നുള്ളത്. സൂറത്തുൽ മുൽക്ക് പതിവാക്കി ഓതുക എന്നുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബാക്കൾ പല നാടുകളിലേക്കും ഹിജ്റ പോയിരുന്നു, യാത്ര പോയിരുന്നു. അറബികൾക്ക് ഒരു ശൈലിയാണ്, അവർ കുതിരപ്പുറത്തും അതേപോലെ വൻകന്റെ മേലെയും യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് അവർക്ക് ടെന്റ് അടിച്ചുകൊണ്ട് അവർക്ക് താമസിക്കും. ഇന്നുമുണ്ട് അറബികൾ. എത്ര വലിയ വാഹനത്തിൽ പോകണമെങ്കിലും ചില മറുഭൂമികളെ കാണുമ്പോൾ ചില ഭക്ത കാണുന്നുണ്ടാക്കും, അങ്ങനെ കാണിപ്പാക്കിയിട്ട് ഒരു ടെന്റ് അലയിട്ടിട്ട് അവരുടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു ലൈക്കൽ കെട്ടുണ്ട് അറബികൾക്ക്. അത് പഴയ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ കാലത്തും അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലറബ ബഅദു സ്വഹാബത്തി, സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ അല്ലെങ്കിൽ ചില ആളുകൾ അല്ലെങ്കിൽ ഒരു സ്വഹാബി ഒരു യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇറങ്ങി, എന്നിട്ട് ഒരു ടെന്റ് ഇട്ട് അവിടെ ഇട്ട സ്ഥലം ഏതാണ്? അയാൾ ടെന്റ് ഇട്ടിട്ട് ആ വെച്ചോ പക്കയത് അതൊരു ഖബറിന്റെ മേലെയാണ്. ഒരു ഖബറിന്റെ മേലെ അയാൾ ടെന്റ് ഇട്ടിട്ട് വെച്ചിട്ട്, പക്ഷെ അയാൾക്ക് ഖബറൊന്നും അയാൾക്കറിയില്ല. ഞാൻ വെച്ച പൊക്ക ഇത് ഖബറായിട്ട് നിർത്തു അയാൾ വെച്ചില്ല. അയാൾ ആ പക്കത്ത് വെച്ചിട്ട് കാണുന്നത് വിശാലമായ ജാഗയാണ്. ടെന്റ് ഇട്ടിട്ട് വെച്ചിട്ട് കടന്നുറങ്ങുമ്പോൾ അതാ
വെച്ച പക്കത്ത് അതിൻ്റെ അടിഭാഗത്ത് ഒരാളെ ഇങ്ങനെ സൂറത്ത് മുഴുവൻ ഇങ്ങനെ ഒതുക്കുന്നുണ്ട്. സ്വഹാബി പ്രദക്ഷ്യമാണ് ടെൻറ്റിട്ട് അടിഭാഗം ഇതാണ് ഒതുക്കൊണ്ടുള്ളൂ. നോക്കുമ്പോൾ ഒരു ഖബറാണ്. ആ ഖബറിന്റെ ഉള്ളിൽ ആ ഖബറാളിയാകുന്ന വ്യക്തി അതാ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ 30 ആയത്തും അയാൾ ഓതിത്തീർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ സ്വഹാബിക്ക് അത്ഭുതമായി പോയി. ഈ സ്വഹാബി നേരെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നാളത്തെ ക്ലാസ് പഠിക്കാം. റഹ്മാനുറഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിൽ കബൂലാക്കണം റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ മുഴുവൻ നോമ്പ് നോക്കാനുള്ള ആഫിയത്ത് തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹുവേ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും രോഗങ്ങളെ നിഷ്പയാക്കണം റഹ്മാനേ.